എൻ്റെ പേര് ഷൈനി. എൻ്റെ വീട് വയനാട് ജില്ലയിൽ മാനന്തവാടിയാണ്. എൻ്റെ ഇടവക ദേവാലയം അമലോത്ഭവ മാതാ ദേവാലയമാണ്. ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ മാതാവിനോടുള്ള നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ട് അതിയായ ഭക്തിയോടെയാണ്. അതുപോലെ തന്നെ 7 മണിക്കുള്ള വിശുദ്ധ കുർബാനയിൽ ഇവിടെ സംബന്ധിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ പാരൻസ് മാതാവിനോടുള്ള ഭക്തിയിലാണ് എന്നെ വളർത്തിയിരുന്നത്. അത് എൻ്റെ വളർച്ചയോടൊപ്പം അതും വളർന്നു വന്നു. മാതാവിനോടുള്ള അഭേദ്യമായ ബന്ധം അത് ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ്. ഈ മാതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മയിലൂടെ എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നിന്നിട്ട് അത്ഭുതകരമായ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പഠനകാലത്ത് തന്നെ എനിക്കൊരു ജോലിക്കായി അതിയായി ആഗ്രഹിക്കുകയും ഞാനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്, ഒറ്റപ്പാലം LSNTTIയിൽ. അവിടെ മാതാവിനോടുള്ള ഭക്തി പ്രത്യേകമായി ഞങ്ങളുടെ കൊയർ ഗ്രൂപ്പിലും ഒക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുതൽ ഞാൻ ഉപവാസമെടുക്കുകയും ധ്യാനം കൂടുകയും അതിലൂടെയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലായിട്ട് മാതാവിനെ ഒത്തിരി അടുത്തറിയാൻ കഴിയുന്നത്, ഒത്തിരി ക്ഷമിക്കാനും. ആ ധ്യാനത്തിലൂടെ അത് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെ വളർന്നു വന്നു. 1 വർഷത്തോളം പഠിച്ചു കഴിഞ്ഞ് പഠനകാലം കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഭവനത്തിൽ എനിക്ക് ജോലി അത്യാവശ്യമായിരുന്നു. വളരെ സാധാരണ ഒരു കുടുംബമായിരുന്നു. അന്നത്തെ കാലത്ത് ആർക്കും തന്നെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പയ്ക്ക് ജോലിയുണ്ട്, എങ്കിലും അത്യാവശ്യം മുന്നോട്ട് പോകുവാൻ ഈ ജോലി അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും ഈ പരിശുദ്ധ അമ്മയോട് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോൾ എൻ്റെ അമ്മ കൂടെയില്ല, പക്ഷെ പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അപ്പം അന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ അന്ന് കിഴക്കേ ഭാഗം ഫാദറാണ് ഇവിടുത്തെ വികാരി അച്ഛൻ പറയും, ഷൈനി നോക്കാം, ജോലിയുടെ കാര്യം ഇങ്ങനെ എന്നൊക്കെ ഒരു ടീച്ചർ പിന്നെ റിസൈൻ ചെയ്ത് പോകുന്നുണ്ട്, അതിലേക്ക് എന്തായാലും തരാം എന്ന രീതിയിലും. അതോടൊപ്പം തന്നെ ദിവസവും ഞങ്ങൾ കാറ്റഗിസം ടീച്ചേഴ്സാണ്, ഞാൻ അധ്യാപികയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ അത് ദിവസം ഇവിടെ വന്ന് എൻ്റെ അമ്മയും വരും, ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും. അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഡെയിലി വരുന്ന വെക്കേഷന് ദിവസവും വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ അറ്റൻഡൻസ് എടുക്കും. അതിനുശേഷം അച്ഛൻ സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാവർക്കും യൂണിഫോം നൽകും. അതൊക്കെ കട്ട് ചെയ്ത് നൽകുകയും ഒക്കെ ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ടെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യാം. പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് ചെയ്തുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ളായിരുന്നു ആ നാളുകൾ. അതും എൻ്റെ ഒരു 18 വയസ്സ് 19 വയസ്സ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാനുള്ള വിഷമം അറിയാം. അന്നത്തെ കാലത്ത് തലേദിവസം അച്ഛൻ പറയുകയാണ്, വേഗം വന്ന് പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്തോളൂ. അന്ന് മുതൽ ഞാൻ എയ്ഡഡ് സർവീസിലാണ് ജോലി ചെയ്തത്. പിന്നീട് എൻ്റെ കണ്ടിന്യൂസ് സർവീസാണ്. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഡെയിലി വേജായിട്ട് പോലും എനിക്കങ്ങനെ മാറേണ്ടി വന്നിട്ടില്ല. പിന്നെ അതുകൂടാതെ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ 2000 എൻ്റെ ഹസ്ബൻഡ്, അന്ന് അദ്ദേഹം പോലീസിലാണ്, ഒരു പോലീസായിട്ട് ജോലി ചെയ്യുമ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അത് ജീപ്പ് തലകീഴായി മറിഞ്ഞ് അതിൽ കൂടെയുള്ള ആൾ ഇപ്പോഴും കിടപ്പിലാണ്. അദ്ദേഹത്തിന് അനങ്ങാൻ സാധിക്കുകയില്ല. എൻ്റെ ഹസ്ബൻഡിന് അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജിലേക്ക്. മാനന്തവാടിയിൽ നിന്ന് വേഗം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പോകുന്ന വഴിക്ക് ആളുകൾ പറഞ്ഞു, ഇത് ചുരം കഴിയില്ല. അതിനു മുമ്പേ എന്നോട് ആരും എന്താണെന്ന് പറയുന്നില്ല.
പക്ഷേ പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണുകയും അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട്, പിന്നെ അന്ന് എനിക്ക് പോകാൻ സാധിച്ചില്ല, കുട്ടികൾ ചെറുതായിരുന്നു. അപ്പം ഹസ്ബൻഡിനെയും കൊണ്ട് അവരെല്ലാവരും പോയി. അങ്ങനെ അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും കൂടെ അദ്ദേഹം 10 ദിവസം അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും അദ്ദേഹത്തിൻ്റെ ഇളയ സിസ്റ്റർ ഞങ്ങൾ 2 പേരും കൂടെ വന്ന് പരിശുദ്ധ അമ്മയോട്, അന്ന് എനിക്ക് എത്ര അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല, ഞാനും കുറേ ചെറുതാണ്, എങ്കിലും പരിശുദ്ധ അമ്മയോട് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പ്രാർത്ഥിച്ച കിട്ടുന്നുള്ളതിനുള്ള വേറൊരു തെളിവും ഇല്ല എനിക്ക് ജീവിതം കൊണ്ട്. അങ്ങനെ പോയി ഞങ്ങൾ അവിടെ എത്തി. 10 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, 10ാമത്തെ ദിവസം ഡോക്ടർ പറയുന്നത് ഡിസ്ചാർജായി. അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല. കാരണം ഈ മെഡുല്ല ഒബ്ലങ്കട്ട, ഈ തലയുടെ പുറകു ഭാഗത്ത് 19 സ്റ്റിച്ചാണെന്ന് തോന്നുന്നു, അത്രയും സ്റ്റിച്ച് ഉണ്ടായിരുന്നു, വലിയ മുറിവായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും വീണ്ടും തിരിച്ച് സർവീസിലേക്ക് എത്തുകയും എൻ്റെ മക്കളെയൊക്കെ നന്നായിട്ട് നോക്കുകയും, ഞങ്ങളുടെ ജീവിതം വീണ്ടും ഒരുപാട് സഹനങ്ങളുണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോഴും, പക്ഷേ അതിലൊക്കെ പരിശുദ്ധ അമ്മയുടെ ഒരു കൃപ ഞാൻ എപ്പോഴും അനുഭവിച്ചറിയുകയാണ്. എൻ്റെ ജീവിതത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വലിയ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് ഹസ്ബൻഡിന്. അപ്പോൾ ചേട്ടൻ അങ്ങനെ 10 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും തിരിച്ച് വരികയും ചെയ്യുമ്പോൾ, അതിനു മുൻപ് തന്നെ ഞാൻ അന്ന് പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ചെറിയ മോള് ഞാൻ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നു, മോൻ അരികിലുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്വാർട്ടേഴ്സിലുള്ള ചേച്ചിമാരും കുട്ടികളും പോലീസുകാരൊക്കെ വന്നു. അവർ പക്ഷേ ആരും എന്നോടൊന്നും സംസാരിക്കുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. അപ്പോഴെനിക്ക് തോന്നി എന്തോ ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു സംഭവമുണ്ട്. പക്ഷെ ആരും എന്നോട്, ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് എന്തെങ്കിലും ഒന്ന് പറയുമോ, പക്ഷെ എനിക്കത് ചോദിക്കാൻ പോലും പറ്റുന്നില്ല. എങ്കിലും അവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും ഞാൻ ആ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെയും ആരും എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ പരിശുദ്ധ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്താ അമ്മേ സംഭവിച്ചത്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ അമ്മ എനിക്ക് അത് വ്യക്തമാക്കി തരികയാണ്. കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം. അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോടാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയെങ്കിലും എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല, ആ ഒരു അവസ്ഥയാണ്. പക്ഷെ പിന്നീട് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴും കൃത്യമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള, അപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണ തരികയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ എൻ്റെ ദേവാലയത്തിൽ പോയി അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തി തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു സൗഖ്യം ലഭിക്കുകയും തിരിച്ച് വീട്ടിൽ വരികയും, അപ്പോൾ കുറേ നാൾ അദ്ദേഹത്തിനും തോന്നി എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. ഒരു 10 ദിവസത്തോളം വീട്ടിൽ താമസിക്കുകയും അദ്ദേഹത്തിന് പിന്നീടാണ്, അന്നേരം അറിയുന്നില്ല, പിന്നീടാണ് മനസ്സിലാകുന്നത് കൈ ഉയർത്താൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഭക്തനാണ്. അമ്മയോട് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഇതിന്ന് മോചനം ലഭിക്കണമേ എന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്കിലും എപ്പോഴും അമ്മയുടെ ഒരു കരുതലുണ്ടെന്ന് ആ ഒരു സാന്നിധ്യം ഞങ്ങൾ എപ്പോഴും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ നിർത്തുകയും ഞങ്ങളൊരു ധ്യാനത്തിന് പോയി. അങ്ങനെ അച്ഛൻ അവിടെ വെച്ച് പറഞ്ഞു, അദ്ദേഹം ആ ധ്യാനത്തിൽ വളരെ ആത്മാർത്ഥമായി പങ്കെടുത്തു. കൈക്കൊരു പെയിൻ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ കൈ ഇങ്ങനെ ഉയർത്താൻ സാധിക്കുകയില്ല. അദ്ദേഹം അതിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ, നമ്മുടെ സ്തുതിപ്പിൻ്റെ സമയത്ത് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം അറിയാതെ കൈ ഉയർത്തി പോവുകയും, അതെന്താ സംഭവിച്ചതെന്നറിയില്ല. പിന്നീട് കൈ പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ബോണിനാണ്, ഈ ജോയിൻറ്റ് ബോണാണ്, അത് മാറ്റി വയ്ക്കണം, അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്, അത് അങ്ങനെ അത്ര എളുപ്പമല്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നെങ്കിലും
കാരണം ഇത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. കാരണം ജീപ്പ് തലകുത്തനെ മറിഞ്ഞു, ജീപ്പിൻ്റെ അടിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുമാത്രം പരിരക്ഷയാണ്, വേറൊരു പോറലുമില്ല. കണ്ണിൻ്റെ ഇവിടെയൊക്കെ വലിയ സ്റ്റിച്ചുണ്ട് കണ്ടായിരുന്നു, കണ്ണൊക്കെ ഇവിടെ, അതൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്ത് എങ്ങനെ ആ കൂടെയുള്ള ആൾ ഇപ്പോഴും കയ്യും കാലും ഒന്ന് ചനയ്ക്കുക. സ്പൈനൽ കോഡ് അദ്ദേഹത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇപ്പോഴും കിടപ്പിൽ തന്നെയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാം അത്ഭുതകരമായിട്ട്, അത് ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല അദ്ദേഹം എങ്ങനെ ആ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ആ ഒരു ധ്യാനത്തിന് പോയി, ഞാൻ പറഞ്ഞല്ലോ, ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ കൈ ഉയർത്തി സൗഖ്യം നേടുകയും അദ്ദേഹത്തിന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാനിങ്ങനെ ഭക്തിയിൽ പ്രാർത്ഥിക്കുമെങ്കിലും അദ്ദേഹം പ്രാർത്ഥിക്കും, ഓക്കെ. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്തതാണ്. അതുപോലെ തന്നെ പിന്നീട് ഞങ്ങൾ എന്നും ഞങ്ങളുടെ പള്ളിയിലുള്ള മാതാവിൻ്റെ ഗ്രോട്ടോയുണ്ട്, ആ ഗ്രോട്ടോയിൽ എന്നും പോയി പ്രാർത്ഥിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാല ഒരു ദിവസം കളഞ്ഞു പോയി. അന്ന് തലപ്പുഴ സ്റ്റേഷനിൽ SI ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. മാല കളഞ്ഞു പോയി, മാല കാണാനില്ല. അപ്പോൾ സ്വർണ്ണമാല, അപ്പോഴത് കാണാതെ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചു. അദ്ദേഹം അതുപോലെ ആ ഗ്രോട്ടോയിൽ പോയിട്ട് ഇതുപോലെ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, എൻ്റെ മാല കാണുന്നില്ല, തിരിച്ചു തരുമോ, എന്താണെന്ന്. ആ തിരിഞ്ഞു നിൽക്കുമ്പം ഒരു ഡ്രൈവർ, അദ്ദേഹം തലേ ദിവസം പോയ ജീപ്പിലെ ഡ്രൈവർ, സാർ ഇത് സാറിൻ്റെ മാല എന്ന് പറഞ്ഞ് നൽകുകയാണ്. അപ്പം വളരെ ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയാണെന്ന് എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അവയോടൊപ്പം മറ്റെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനം എന്നെ വളരെയധികം സ്പർശിച്ച വചനമാണ്. കാരണം ഞാൻ ആദ്യകാലങ്ങളിൽ എനിക്ക് നേട്ടങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ എനിക്ക് അത് നൽകണേ, ഇത് നൽകണമേ എന്ന് ഞാൻ പറഞ്ഞു പോകുമ്പോൾ പിന്നീട് എനിക്കാണ് ആ തിരിച്ചറിവ് വരുന്നത്. ഇതൊക്കെ എന്നെ സ്വർഗരാജ്യത്തിലേക്ക് സമീപിക്കാനും ഈശോയെ ആഴത്തിൽ ഇഷ്ടപ്പെടാനും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് എത്താനുള്ള വഴിയാണെന്ന് എനിക്കിപ്പോഴത് ശരിക്കും വ്യക്തമാകുന്നുണ്ട്. കാരണം രാവിലെ ഞാൻ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശാലോം TV വയ്ക്കും. എന്നെ ആദ്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എന്നെ നയിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ ജപമാലയോടുകൂടിയാണ് എൻ്റെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുക. അതിനോടനുബന്ധിച്ചുള്ള ആരാധന, അതൊക്കെ ഞാൻ കിച്ചണിലാണെങ്കിലും എൻ്റെ റൊട്ടീൻ ഡേ ലൈഫിലാണെങ്കിലും അതൊക്കെ ഞാനിങ്ങനെ ഫോളോ ചെയ്യാണ്. അതിനുശേഷം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് 7 മണിക്ക് പോകുന്നു. അതോടൊപ്പം എൻ്റെ ഭവനത്തിലെ ജോലികൾ എൻ്റെ ഹസ്ബൻഡും സഹായിക്കാറുണ്ട്, എല്ലാം ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, പോയി തിരിച്ചു വരുന്നു. എന്നിട്ട് വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം അവിടെ നമ്മളെ കാത്തിരിക്കുന്ന കുഞ്ഞു മക്കൾ, അവർ എന്നെ കാണുമ്പോൾ ഓടി വരുന്ന ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കാരണം ആദ്യമൊന്നും ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഈ പരിശുദ്ധമ്മയുള്ള സ്നേഹം വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നോട് പലരും സംസാരിക്കുമ്പോഴും, കാരണം രക്ഷിതാക്കളൊക്കെ വന്ന് അവരുടെ വിഷമങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അതിൽ എന്നെ സ്പർശിച്ചത് ഞാനന്ന് LP ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 3-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അമ്മ വന്ന് പറഞ്ഞു, ടീച്ചറെ, ഞാൻ ടീച്ചറുടെ വാക്കുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി 2 മക്കളെയും എടുത്ത് കിണറിന് സമീപം എത്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അവരോട്, നിങ്ങളിതൊന്നും ചെയ്യരുത്, നമുക്കെല്ലാത്തിനും ഒരു നല്ല കാലം വരും. ഈ മാതാവിൽ ആശ്രയിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും വേണ്ടി അവരോട് ഞാൻ പറയാറുണ്ട്. പിന്നെ അങ്ങനെ കുട്ടികളാണെങ്കിലും വിദ്യാലയത്തിൽ മറ്റ് സ്റ്റാഫാണെങ്കിലും, ഇപ്പം ഞങ്ങൾക്ക് സ്റ്റാഫ് റൂമിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യുന്ന കുറച്ച് അധ്യാപകരുണ്ട്. അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ, പ്രാർത്ഥനാ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലാത്തവരോടൊക്കെ നന്നായിട്ട് പെരുമാറാനൊക്കെ എനിക്ക് സഹായിക്കുന്നത്. പിന്നെ ഇതിലുപരി നല്ലൊരു ജ്ഞാനം നമുക്ക് ലഭിക്കും, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ഒരു അറിവ്. അത് ശരിക്കും നമ്മൾ ഈ ഒരു വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, കാരണം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെ പരിശുദ്ധ അമ്മയുടെ മേലങ്കിയോട് ചേർത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന്. കാരണം എൻ്റെ മകൻ ഒരു പ്രാവശ്യം പനി വന്ന് കൂടിയപ്പോൾ അമ്മ അതുപോലെ പ്രാർത്ഥിച്ച്, അതുപോലെ
ആ പനി മാറുകയും ആ പനി നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്മ ആ രീതിയിൽ എന്നോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമായിരുന്നു എന്നെ. പരിശുദ്ധ അമ്മയുടെ മേലെങ്കിൽ അത് വലിയൊരു പ്രാർത്ഥനയാണ്. അതുപോലെ അമ്മയുടെ മകൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് എല്ലാ തിന്മകളെയും ആട്ടി ഓടിക്കുവാനും. അപ്പം ഞാൻ മാതാവിൻ്റെ കാൽപാദത്തിൽ ഇങ്ങനെ സർപ്പത്തെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ തിന്മയെ ജയിക്കുന്ന മാതാവിനെയാണ് എനിക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട വൈദികരോടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടൊക്കെ വളരെ ആദരവോടെ എനിക്ക് പെരുമാറാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന കൃപാവരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ സിസ്റ്റേഴ്സിനോടും ഒക്കെ ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോകുമ്പോൾ കൂട്ടുണ്ട്, അവരോടൊക്കെ സംസാരിക്കും. അപ്പോൾ എന്നോട് DSS കോൺവെൻറ്റിലെ എൻ്റെ ഒരു ലില്ലി സിസ്റ്റർ പറഞ്ഞു തന്നു, എന്ത് അസുഖവും എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ വിശുദ്ധ കുർബാനയിലെ കാഴ്ചവെപ്പിൽ നമ്മളത് സമർപ്പിക്കണം. സിസ്റ്റർക്ക് ഒരു പനി വന്നാൽ പോലും സിസ്റ്റർ അത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് പറഞ്ഞു. അതുപോലെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഞാൻ കാഴ്ചവെപ്പിൽ സമർപ്പിക്കും. ഒരു വിശുദ്ധ കുർബാന കണ്ടില്ലെങ്കിൽ വലിയ വിഷമമാണ്. പിന്നെ അതുകൊണ്ട് എല്ലാ ദിവസവും മാക്സിമം. അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാനൊരു ദൈവസന്നിധിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എനിക്കുണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് എൻ്റെ സേവിങ്സ്. ഞാൻ എൻ്റെ ജപമാല, വിശുദ്ധ കുർബാന, നൊവേനകളിൽ പങ്കെടുക്കുക, അതെല്ലാം ഞാനവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില തിരക്കുകൾ കാരണം ചിലപ്പോഴെങ്ങാനും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മാതാവിനോട് പറയാം, അമ്മേ കർത്താവിനോട് പറഞ്ഞേക്കണേ, എൻ്റെ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് എനിക്കെൻ്റെ കാര്യം നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയത്തിൽ ഞാൻ ആദ്യം ചെയ്തതിനേക്കാൾ വളരെ നന്നായിട്ട് നമുക്കൊരു ആക്ടിവിറ്റീസൊക്കെ തരും. ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കാനായിരിക്കാം, മൊത്തം സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക്, അതൊക്കെ വളരെ മികവാർന്ന രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോൾ കേട്ടോ എനിക്കറിയുന്നത്, ഞാൻ സാധാരണ രീതി ചെയ്യുന്നു. വളരെ മികവാർന്ന രീതിയിൽ ചെയ്യുവാനും, നമ്മൾ ഇവൺ ഒരു ബൈബിൾ വചനം പോലും വായിക്കുമ്പോൾ നന്നായിട്ട് വായിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നത് ഈ ഒരു പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യത്തിലെ മറിയത്തിൻ്റെ സ്തോത്രഗീതം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നോട് എൻ്റെ കൂടെയുള്ളവരും മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്, പ്രാർത്ഥനാ സഹായം. അപ്പോൾ ഞാൻ കുറച്ച് നാളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചോദിക്കും, നിങ്ങളത് അത് സാധ്യമായോ? അപ്പോൾ ഇല്ല എന്ന് പറയും. പക്ഷേ വീണ്ടും ഞാൻ ഒരാഴ്ച കൂടി നന്നായിട്ട് ജപമാല ചൊല്ലി തീവ്രമായി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അത്ഭുതകരമായി അത് ലഭ്യമാകുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപിക ക്യാൻസർ രോഗിയായിരുന്നു, കാലിന് അസുഖമായിട്ട്. ടീച്ചർ ഷൈനി ഇങ്ങനെ ഇത്ര ഹാപ്പി ആയിരിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഞാൻ എത്രയും ദയുള്ള മാതാവേ ജപമാലയും ഇങ്ങനെ ചൊല്ലും. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ആ പ്രാർത്ഥന എനിക്കൊന്ന് പഠിപ്പിച്ച് തരാമോ? എനിക്കും കൂടെ പ്രാർത്ഥിക്കാനാണ്. ടീച്ചർ ഇപ്പം വളരെ അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വളരെ സൗഖ്യമായിട്ട് തന്നെ ടീച്ചർ റിട്ടയർ ചെയ്തു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഞങ്ങളുടെ മത്സര ഇനങ്ങളിലൊക്കെ, ഇപ്പോൾ ഒരു പാട്ട് പാടാൻ ടീച്ചർ ഞങ്ങളുടെ മേഖലാതലത്തിലെ മത്സരമാണ്, സിംഗിൾ സോങ് മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാനവിടെ സ്റ്റേജിൽ അതിൻ്റെ വർക്കായിട്ട് ഇരിക്കുകയാണ്, സ്റ്റേജ് പ്രോഗ്രാമിന്. ടീച്ചർ ഒന്ന് പ്രാർത്ഥിക്കണേ, എത്രയും തേളം മാതാവ് ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഞാനവിടെ ഇരുന്ന് എത്രയും തേളം മാതാവ് ചൊല്ലി ആ ടീച്ചർക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുകയും ചെയ്തു, ആ ഓൺ ദി സ്പോട്ടിൽ. ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പം കുറേ വൈകിയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. അത് നമ്മൾ ഞാനൊക്കെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വളരെ അനുഗ്രഹങ്ങൾ ലഭിക്കാറുണ്ട്. മറ്റുള്ളവർ കുട്ടികളുടെ വിജയത്തിന് വേണ്ടി, അവരുടെ മക്കൾ പഠിക്കാൻ ടീച്ചറെ ഒന്ന് പ്രാർത്ഥിക്കണം, അഡ്മിഷന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ അവരുടെ കുടുംബജീവിതം എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ അവരെയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ആദ്യമൊക്കെ എൻ്റെ പ്രാർത്ഥനയുടെ ആ ഒരു ഏരിയ വളരെ ചുരുക്കമായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴെനിക്ക് വളരെ സഭാ നേതാക്കന്മാരെയും പിതാക്കന്മാരെയും അതുപോലെ രാഷ്ട്ര നേതാക്കന്മാരെയും അങ്ങനെ കുറച്ചുകൂടെ വൈഡായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞു,
എൻ്റെ കാലിന് ക്യാൻസറാണ് ഷൈനി, എനിക്കത് വളരെ വിഷമമാണ്, വളരെ വിഷമത്തോടെയാണ് ടീച്ചർ പറയുന്നത്. കാരണം ഒത്തിരി ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കൂട്ടുകാരിയായിരുന്നു അത്. അതിനുവേണ്ടി അവർ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എങ്കിലും അവരുടെ മനസ്സിലുള്ള ഒരു വിഷമം മാറുന്നില്ല. വീണ്ടും വീണ്ടും അതിന് പെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും അവർ ട്രീറ്റ്മെൻറ്റിന് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ഭർത്താവ് നന്നായിട്ട് അവരെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴും വളരെ ദുഃഖിതയായിരുന്ന ടീച്ചർക്ക് എൻ്റെ ഒരു കൂട്ടുകാരി വളരെ സങ്കടത്തോടെ, ഞാൻ ചെല്ലുന്ന ഞങ്ങൾ ആദ്യമേ പരിചയക്കാരാണ്, പക്ഷെ ഞങ്ങൾ കൂടുതൽ അടുത്ത് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വളരെ ദുഃഖം, എപ്പോഴും കണ്ണ് നിറഞ്ഞ് സംസാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മളോട് കരയാനല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാനാണ്. അപ്പോൾ അതിനുള്ള പ്രാർത്ഥനകളൊക്കെ പറയുകയും എപ്പോഴും എന്നോട് സംസാരിക്കുകയും അങ്ങനെ കൂടുതൽ ആ ഒരു ദുഃഖത്തിൽ നിന്ന് അവർ കരകയറുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അത് ഞാനിത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കും എന്നുള്ള ഒരാശയവും അവരിലൂടെ ഉണ്ടായി. തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം. കർത്താവിൻ്റെ സംരക്ഷണം. അവിടുന്ന് തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും എന്ന വചനത്തിലൂടെ ആണ് എനിക്കത് ബോധ്യമായിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥനയും ഒരു വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ പാഴായി പോവുകയില്ല. നമ്മൾ കാണുന്ന ഒരു വിശുദ്ധ കുർബാനയാണെങ്കിലും നമ്മുടെ ജപമാല ചൊല്ലലും നമ്മുടെ നൊവേനകളും ഒന്നും നമുക്ക് പാഴായി പോവുകയില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സഹനങ്ങൾ തരില്ല എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ധാരാളം സഹനങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനെ അതിജീവിക്കുവാനും പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനും പരിശുദ്ധ അമ്മയിലൂടെ, ഈ വചനത്തിലൂടെ, ഈ വിശ്വാസ ജീവിതത്തിലൂടെ എനിക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഈ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ്. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതീത നിൻ മക്കൾ വന്നു നിൽക്കുന്നു, അമ്മേ കാണുക. മാധുര്യമേറും നിൻ നേത്രങ്ങൾക്ക് ശോകപൂർണങ്ങൾ ആണല്ലോ. ആ നിന്റെ തീരു നേത്രങ്ങൾ കൊണ്ടു നോക്കുക മക്കൾ ഞങ്ങളെ.